കോളേജിൽ നിന്ന് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റും അതുപോലെ ഇൻഡസ്ട്രിയൽ വിസിറ്റും ഒക്കെ ആയിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് ആദ്യം പോയത് CSIR നിസ്റ്റിലോട്ടാണ്. നിസ്റ്റിൽ ഒരുപാട് കാണാനുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു 20% മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരു 45 മിനിറ്റ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ബയോഫ്യൂൽ പൈലറ്റ് പ്ലാനിലോട്ട് പോയി. അവിടെ അതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ടു. ഇവിടെ പ്രധാനമായിട്ടും ബയോമാസ്, അതായത് വേസ്റ്റായിട്ട് വരുന്ന ബയോമാസ് യൂസ് ചെയ്ത് എങ്ങനെ ഫ്യൂവൽസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. 2 നിലയിലായിട്ട് വരുന്ന ഈ വലിയൊരു പ്ലാന്റിൽ ബയോഡീസലും അതുപോലെ ബയോ എത്തനോളും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഫെർമെൻറ്റേഷൻ ടാങ്കാണ്. പിന്നീട് മൈക്രോബിയൽ പ്രോസസ് ആൻഡ് ടെക്നോളജി ഡിവിഷനിലോട്ടാണ് വന്നേ. അവിടെ HPLC GC ഒക്കെ കണ്ടായിരുന്നു. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ഇവിടെ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുറമേ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് കാണാനുണ്ട്, പക്ഷെ കുറച്ച് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമായിട്ട് ഉള്ള കുറച്ച് ഡിവിഷൻസ് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നീട് പോയത് CTCRIയിലോട്ടാണ്, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഇതുപോലെ ആദ്യത്തെ ഒരു സെക്ഷൻ ക്ലാസ് തന്നെ ആയിരുന്നു. ഇതുപോലെ അവരവിടുന്ന് വികസിപ്പിച്ചെടുത്ത പല ടപ്പിയോക്കയുടെ വെറൈറ്റീസും ഇതുപോലെ ഞങ്ങളെ കാണിച്ചായിരുന്നു. അതുപോലെ ട്യൂബർ ക്രോപ്പിൻ്റെ തന്നെ 5000-ൽ പുറത്ത് സ്പെസിമെൻസ് അവരവിടെ സൂക്ഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ടപ്പിയോക്കയുടെ വെറൈറ്റീസിലാണ് അവർക്കവിടെ റിസർച്ചൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ടപ്പിയോക്കയുടെ ലീവ്സ് യൂസ് ചെയ്തിട്ട് പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഒരു പ്ലാന്റാണ് പിന്നീട് കാണാൻ പോയത്. പിന്നീട് നേരെ ഫീൽഡിലോട്ട് തന്നെ പോയി. അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടപ്പിയോക്കയുടെ വെറൈറ്റീസ്, അതുപോലെ അടതാപ്പ് എന്ന് പറയുന്നത്, കാച്ചിൽ, ചേമ്പ്, കൂവ, അതൊക്കെ അവർ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മരച്ചീനിയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സും അവർ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. ഇപ്പം ചിപ്സ് ആയാലും അതുപോലെ തന്നെ പോപ്സ് ഒക്കെ ആയാലും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ മിഷനറീസാണ് പിന്നീട് കാണിച്ചത്. അതുപോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പാസ്ത, ചവ്വരി, അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷീൻസിലാണ്. ഇതിപ്പം അവരുടെ ഒരു പാക്കിംഗ് മെഷീനാണ് കാണിച്ചത്. ഇത് സാഗൂസ്, ഞാൻ പറഞ്ഞില്ലേ, ചവ്വരി ഉണ്ടാക്കുന്ന മെഷീനാണ്. അത് അതിൻ്റെ സ്റ്റാർച്ചിൽ നിന്നാണ് 3 ക്വാളിറ്റി ആയിട്ടാണ് ഡിഫറൻ്റ് ആയിട്ട് തിരിച്ച് ഇതുണ്ടാക്കുന്നത്. പിന്നീട് ഇത് സീസണിങ് മെഷീനാണ്. അതുപോലെ ഇത് അവരുടെ ഫ്രൈയിങ് മെഷീനാണ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ ചിപ്സൊക്കെ ഫ്രൈ ചെയ്യാനാണ് ഇതുപോലെ വലയൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ചീനിയിൽ നിന്ന് സ്റ്റാർച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെഷീനാണ് അടുത്തായിട്ട് അവിടെ കണ്ടത്. അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടപ്പിയോക്കയുടെ പ്രോഡക്റ്റ്സ് ആണ് ഈ കാണുന്നത്. പപ്പടം, അതുപോലെ തന്നെ പാസ്ത, ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള പാസ്ത, അതുപോലെ തന്നെ സാഗു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അവിടെ വേറൊരെണ്ണം കണ്ടതെന്ന് വെച്ചാൽ ചീനിയുടെ ഈ സ്റ്റെമ്മിൻ്റെ വേസ്റ്റിൽ നിന്ന് പ്ലൈവുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ചില ഗംസ്, റെസിൻസും ഒക്കെ ചേർത്ത്. അപ്പം അത് ഇന്ത്യയിൽ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഈ ട്യൂബർ ക്രോപ്സിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിലുപരി ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ പോകാൻ്റെ അവസരം കിട്ടിയ എന്തായാലും മിസ് ചെയ്യേണ്ട.